ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ പഴയകാല ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഞാനിവിടെ പഴയകാല ഒരു രുചിക്കൂട്ട് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ട് 4 ഉരുളൻകിഴങ്ങ് എടുത്ത് അത് നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതേപോലെ നീളത്തിനാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലും ഇത് അരിഞ്ഞെടുക്കാവുന്നതാണ്, പക്ഷേ തീരെ കനം കുറഞ്ഞിട്ട് വേണം നമ്മളിതൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട്. ഇതിലേക്ക് 2 വലിയ പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവാള കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള കൂടി ഞാൻ നല്ലതുപോലെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉരുളൻകിഴങ്ങ് എങ്ങനെയാണ് അരിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെയാണ് സവാളയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിലും ചെയ്തെടുക്കാം, പക്ഷേ വെളിച്ചെണ്ണയിൽ ഇത് ചെയ്തെടുക്കുമ്പോഴാണ് അത്രയും നല്ലൊരു ടേസ്റ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കുറച്ചാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ മെഴുക്ക് പുരട്ടിക്കൊക്കെ എടുക്കുന്ന അത്രയും എണ്ണ തന്നെ ഇതിലും ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കടുകൊന്നിട്ട് പൊട്ടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുന്നൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ചൂട് ചോറിനോടൊപ്പം ഒരു കറിയും ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് മാത്രം മതി അതിനൊപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളൻകിഴങ്ങും സവാളയൊക്കെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഞാൻ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും എണ്ണ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ വേവിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഇതിൽ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എരി മാത്രം മതി ഈ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതിന്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെഴുക്ക് പുരട്ടി ഞാൻ തയ്യാറാക്കുമ്പോഴത്തേക്ക് എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മിക്കപ്പോഴും നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ അകത്ത് ഉണ്ടാകാറുള്ളൊരു കറിക്കൂട്ടാണിത് അല്ലേ. അപ്പോൾ നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ തന്നെയാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. കരിഞ്ഞു പിടിച്ച് പോകുമെന്നൊക്കെ പേടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ശകലം മാത്രം വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാനായിട്ട് പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് തയ്യാറാക്കിയിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ അടപ്പൊക്കെ ഒന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഞാനിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുന്നത് മൺചട്ടിയിലാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി ആയിരിക്കും. മെഴുക്ക് പുരട്ടി എന്നല്ല, ഏത് കറി ഇതിൽ തയ്യാറാക്കിയാലും നല്ല ഹെൽത്തി ആയിരിക്കും നമ്മുടെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പിടിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, പക്ഷേ കരിഞ്ഞു പിടിച്ചിട്ടുള്ളതല്ല കേട്ടോ. ചെറുതായിട്ട് ഉള്ളിയൊക്കെ നല്ല രീതിക്കൊന്ന് മൊരിഞ്ഞ് വന്നാൽ മാത്രമാണ് ഈ ഒരു മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഉരുളൻകിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം സ്കൂളൊക്കെ തുറക്കാൻ പോകുകയല്ലേ,
ഇതുവരെ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്കൊന്നും ഇങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിൽ ഓൺ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.